അൽമാലു വൽബനൂന വൽബനൂന മക്കളും സീനത്തുൽ ഹയാത്തി ദുനിയാ ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരാണ്. ദുനിയാവിലെ ജീവിതത്തിന് ഒരു അന്തസ് ഉണ്ടാവണമെങ്കിൽ 4 കുട്ടികളും വേണം. മക്കളില്ലാത്ത ജീവിതം വിരസമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭംഗിയില്ലാത്ത പെണ്ണിനെ ജീവിതാന്ത്യം വരെ പൊറുപ്പിക്കും അല്ലെ? പലരുടെയും ഭാര്യമാര് അവര് വിചാരിച്ച സൗന്ദര്യമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പെണ്ണെട്ട ഇറങ്ങുമ്പോ കുറെ സങ്കല്പങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? പിന്നെ കിട്ടിയതുകൊണ്ട് ഒപ്പിക്കല്ലേ ചെയ്യ. എല്ലാരും അങ്ങനെ തന്നെയല്ലേ ചെയ്തത്? ആണ് തൃപ്തിപ്പെടലാണ്. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിച്ച സങ്കല്പമല്ല. അതാണ് പലരും സിനിമയിൽ കാണുന്ന ജീവിതം റിയാലിറ്റിയിൽ വരുന്ന സംശയിച്ചത് കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം താളം തെറ്റുന്നത്. അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. സാങ്കല്പിക ജീവിതം നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടൂല. യഥാർത്ഥത്തിൽ വരുന്ന ജീവിതം അത് മറ്റൊന്നായിരിക്കും. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ജീവിതമായിരിക്കും. അങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞത് ഭംഗി കുറഞ്ഞ പെണ്ണാണെങ്കിലും ഉന്തിത്തള്ളി ഒപ്പിക്കും അല്ലേ? പ്രശ്നമല്ല എന്നല്ല, അത് വലിയൊരു വിഷയമൊന്നും ആകൂല, വലിയ ഇഷ്യൂ ഒന്നും ആകൂല. ദുസ്വഭാവമുള്ള പെണ്ണിനെയോ അത്ര തന്നെ സഹിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വേള ഒരു പരിധി വരെയൊക്കെ അവളെയും സഹിക്കും. ഏതായാലും കെട്ടിക്കുടുങ്ങിയില്ലേ? അങ്ങനെ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിൻകുന്ന ലഗുൻമൻ ലാ യുഹ്ദാ മിൻഹു വഇന്ന മിൻകുന്ന ലഗുല്ലൻ ലാ യുഫ്ദാ മിൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരിമാരോട് പറഞ്ഞ വാക്കാണത്. സഹോദരിമാരെ, ഇന്ന മിൻകുന്ന, തീർച്ചയായിട്ടും പെണ്ണുങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഗുൻമൻ. ലഗുൻമൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗനീമത്ത് എന്നൊക്കെ കേട്ടില്ലേ? ലഗുൻമൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ചില മഹാഭാഗ്യവതികളായ സൗഭാഗ്യവതികൾ എന്ന് വിശേഷിപ്പിക്കേണ്ട ചില പെണ്ണുങ്ങളുണ്ട്. ലാ യുഹ്ദാ മിൻഹു, അത്തരം പെണ്ണുങ്ങളെ കിട്ടിയാൽ, അത്തരം സൗഭാഗ്യം ഒരാൾക്ക് കിട്ടിയാൽ ആ സൗഭാഗ്യം അയാൾ മറ്റൊരാൾക്ക് പങ്കുവെക്കൂല. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കാത്ത തരത്തിൽ ഇത് എനിക്കായിട്ട് കിട്ടേണ്ടതാണ്, ഇത് എനിക്ക് തന്നെ കിട്ടേണ്ടതാണ്, ഇവളെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എന്ന് കരുതുന്ന ചില മഹാഭാഗ്യവതികളായ പെണ്ണുങ്ങൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട്. നല്ല പെണ്ണുങ്ങളെ കിട്ടിയവർക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഖൗല് ശരിക്കും ബോധ്യപ്പെടും.